ഇന്ന് കാണിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി കണ്ടിട്ട് വീടിന് ചുറ്റും സ്ഥലം പോരാന്നൊരു പരാതി പറയരുത് കേട്ടോ. കാരണം ടോട്ടലായിട്ട് 16 സെന്റിൽ 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വലിയൊരു വീടാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കൊല്ലം ചാത്തന്നൂരിന് സമീപമാണ്. ചാത്തന്നൂർ MES എഞ്ചിനീയറിംഗ് കോളേജിന് തൊട്ടരികത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. അതായത് ഒരു കോമ്പൗണ്ട് ബാക്കിൽ കാണുന്നത് MES കോളേജാണ്. അപ്പം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ MES കോളേജിന് തൊട്ട് മുന്നേ തന്നെ വലത്തോട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ ഒരു വില്ല പ്രോജക്റ്റിലേക്കുള്ള ആക്സസ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നേരെ കാണുന്ന ഈ വീടാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇത് വരുന്നത് നമുക്ക് കുറച്ചൊന്ന് ബഡ്ജറ്റ് കയറി നിൽക്കും. ഇനി ഇതല്ല, ഇന്ന് നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ലാന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്നത് ഈ വീടാണെങ്കിൽ അതിനെക്കാട്ടും വില കുറച്ച് വാങ്ങാൻ സാധിക്കും. രണ്ടിൻ്റെ വില ഞാൻ വീഡിയോൻ്റെ അവസാന ഭാഗത്തായിട്ട് പറഞ്ഞുതരാം. ഈ കാണുന്ന പോലെയാണ് നമ്മുടെ ചുറ്റുവട്ടവും മുറ്റവും വരുന്നത് കേട്ടോ. അത്യാവശ്യം വളരെ ഗ്രാൻഡായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ എല്ലാം പാകിയിരിക്കുന്നത് കരിങ്കല്ലാണ്. നമുക്കിതാ ഈ ഭാഗത്തായിട്ട് കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് വരും. അതുപോകെ നമുക്കിതാ ഈ സൈഡിലേക്ക് നോക്കി അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ഓടി നടക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. വീട്ടിലെ പിള്ളേർക്കൊക്കെ ഇറങ്ങി നിന്ന് കളിക്കണമെന്നുണ്ടെങ്കിൽ വീടിന് ചുറ്റുവട്ടം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ഥലം കിട്ടും. ടോട്ടലായിട്ട് 16 സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത്. നമുക്കിതാ ഈ കാണുന്ന ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് വീട്ടിലേക്കുള്ള ആദ്യത്തെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ എന്താണ്, വീട്ടിൽ വേറെ എൻട്രൻസ് ഉണ്ടോയെന്ന് തോന്നും. നമുക്ക് ആ സൈഡിലൂടെയും അകത്തേക്ക് വേറൊരു എൻട്രൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വലിയ ഗ്രാൻഡായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് മുൻവശത്തുള്ള വാതിൽ, കട്ടള ഇതെല്ലാം തന്നെ വരുന്നത് തേക്കിൻ തടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നേരെ കയറി വരുമ്പോൾ നമുക്കിതാ ഈ കാണുന്ന രീതിയിൽ വലിയൊരു ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. ശരിക്കും നമുക്കൊരു ഫാമിലി ഏരിയ ആയിട്ട് ഈ സ്പേസ് മാറ്റിയെടുക്കാം. എന്നു വെച്ചാൽ അവിടെ നിന്ന് ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ ഇവിടെ സോഫയൊക്കെ അറേഞ്ച് ചെയ്യാം. ഇവിടെ നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ശരിക്കും സ്റ്റെയർ റൂം വന്നിട്ട് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ ഒരു വാതിലിട്ട് കഴിഞ്ഞാൽ ഇതിനെയും നമുക്ക് മേളത്തെ യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലൂടെ എൻട്രൻസും പ്രൊവൈഡ് ചെയ്യാം. ഇനി അതല്ല, ഒരു ഫാമിലിക്ക് തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാവുന്നതാണ്. ടോട്ടലായിട്ട് 4 ബെഡ്റൂം വരുന്ന 3300 സ്ക്വയർ ഫീറ്റിൽ വലിയൊരു വീടാണ്. അതുപോലെ എനിക്ക് വേറൊരു കാര്യം ഇഷ്ടപ്പെട്ടത്, ഇതിനകത്ത് ചെയ്തിട്ടുള്ളതായി ഈ കാണുന്ന പോലുള്ള വർക്കുകളെല്ലാം തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം നമ്മുടെ പുതിയ വർക്കുകളെല്ലാം തന്നെ നമുക്ക് MDF അല്ലെങ്കിൽ മൾട്ടി വുഡോ ഇങ്ങനെയുള്ള മെറ്റീരിയൽസിലാണ് ചെയ്യുക. ഇത് ഫുള്ളായിട്ട് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൽ കാണുന്ന തടിപ്പണികൾ, അതായത് വാതിലുകൾ, കട്ടള, അതെല്ലാം തന്നെ പ്ലാവ്, തേക്ക് തുടങ്ങിയ തടികളും. ഈ കാണുന്ന വർക്കുകളെല്ലാം തന്നെ മഹാഗണിയിലുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ കബോർഡ് വർക്കുകളെല്ലാം തന്നെ മഹാഗണിയിലാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. ഈ ഭാഗത്തായിട്ട് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. റാക്ക് സെറാമിക്സ് പോലുള്ള മെറ്റീരിയലാണ് നമുക്കിതാ ആ വാഷ് സ്പേസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ നേരെ വരുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ്. കിച്ചണിലായാലും ഫുള്ളായിട്ട് മോഡുലാർ കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതും എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് വുഡിലാണ്. ഈ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് വുഡിലാണ്. മഹാഗണിയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ അതെല്ലാം ഒരു മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നമുക്ക് ഈ തടിയുടെ വർക്ക് കാണുമ്പോഴത്തേക്കും ഒരു പഴഞ്ചൻ രീതിയായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇതാണെങ്കിൽ അങ്ങനെ ഒരു ഫീലും വരത്തില്ല. നമുക്ക് മോഡേൺ ബിൽഡിങ്ങിലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ആ രീതിയിൽ തന്നെ ഒരു മാറ്റ് ഫിനിഷിലാണ് ഈ വർക്കുകളെല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. അവിടെ നമ്മളെ വർക്ക് ഏരിയയിലേക്ക് വരും. ഈ ഭാഗത്തായിട്ടൊരു പുകയെടുപ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷനും ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുമുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂം, ആ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം. ഇതേ സെയിം ലേഔട്ട് തന്നെയാണ് നമുക്ക് മേളിലും വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ താഴത്തത് ഗ്രാൻഡായിട്ട് കാണിച്ചു തരാം, മേളിലത്തെ അപ്പോൾ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഈ കാണുന്ന പോലെയാണ് നമ്മുടെ ബെഡ്റൂം സ്പേസ് വരുന്നത്. എല്ലാ റൂമുകളിലും സീലിങ്ങിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മിനിമൽ ആയിട്ടുള്ള ലൈറ്റിംഗ് വർക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നോക്കി, ഈ കബോർഡ് വർക്ക് എല്ലാം തന്നെ വുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ പ്ലസ് സ്റ്റോറേജ് സ്പേസ് വരുന്ന രീതിയിൽ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് നമുക്ക് എസ്കോ പോലുള്ള ബ്രാൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മുടെ ജാഗ്വാറിന്റെ സബ് ബ്രാൻഡാണ്. അങ്ങനെ പ്രീമിയം രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ്. നമുക്ക് ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം ഉണ്ട്. അതിന് മുമ്പേ കയറുമ്പം തന്നെ ഇവിടെ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബെഡ്റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ചുമരിൽ ഫുള്ളായിട്ട് വുഡിൽ തന്നെ നമുക്ക് ഈ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസോട് കൂടി നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു കബോർഡാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ട സിമിലർ ഫിറ്റിംഗ്സ് ആണ് കേട്ടോ. എസ്കോ പോലുള്ള പ്രീമിയം ബ്രാൻഡ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിതാ ഈ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ വുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാം തന്നെ തേക്കുന്നടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. താഴെ കണ്ടതുപോലെ തന്നെ നമുക്കിതാ ഇവിടെയും ഒരു ലിവിങ് സ്പേസ് കിട്ടും.
അത് പോയിട്ട് വീണ്ടും ഒരു കോമൺ ഏരിയ, 2 ബെഡ്റൂംസ്. താഴത്തെ ആ സെയിം ലേഔട്ടാണ്, അതേ രീതിയിൽ അതേ ഡിസൈനിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കബോർഡ്, 2 സൈഡിലായിട്ട് 2 ബെഡ്റൂം. അപ്പം ഞാൻ അത് വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ പിൻവശത്തേക്ക് വരുമ്പോൾ ഇതാ ഈ കാണുന്ന പോലെ വലിയൊരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഇവിടെ നമ്മൾ വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. പിൻവശത്ത് കാണുന്നത് ഈ കെട്ടിടങ്ങളൊക്കെ MES കോളേജിൻ്റെ കെട്ടിടങ്ങളാണ്. ഇതാ ഈ കാണുന്നത്. ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സീനറി കണക്കുണ്ടാകും. ആ കോളേജിനകത്ത് തന്നെ വലിയൊരു കുളമുണ്ട് കണ്ടോ. അതിലേക്കൊക്കെ വിസിബിലിറ്റി വരുന്ന രീതിയിലാണ് നമുക്ക് ഇവിടെ നിന്നുള്ള വിഷ്വൽ വരുന്നത്. മുൻവശത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണി സ്പേസ് തന്നെ വരുന്നുണ്ട്. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ. ആ വീടിൻ്റെയൊക്കെ ഡിസൈൻ വന്നിട്ട് ചെറിയ രീതിയിൽ ഒരു എലിവേഷനിൽ വ്യത്യാസമുണ്ട്. അതായത് മുൻവശത്ത് നമുക്ക് ആ ഒരു ഓടിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. നമ്മുടെ ഈ വീട് വന്നിട്ട് കുറച്ചുകൂടെ കണ്ടംപററി സ്റ്റൈലിനോട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടോട്ടലായിട്ട് 16 സെൻറ്റിൽ 3300 സ്ക്വയർ ഫീറ്റ് വരുന്ന പൂർണ്ണമായിട്ടും ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ്. ഉദ്ദേശിക്കുന്ന വില 1,40,00,000 രൂപയാണ്. നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റില്ല, കുറച്ചുകൂടെ ചെറിയ വീട് മതിയെന്നുണ്ടെങ്കിൽ ദേ കാണുന്ന വീട് കണ്ടോ. അത് വന്നിട്ട് 8 സെൻറ്റ് സ്ഥലത്ത് ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. നമുക്ക് ആ വീടിന് ഉദ്ദേശിക്കുന്ന വില 1,10,00,000 രൂപയാണ്. അപ്പോൾ ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. അവൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീട് 2 വീടുകളും കയറി കാണാം. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്ന വീടിന് പേയ്മെൻറ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്.